ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻസേർട്ട് ആൻ എലമെന്റ് ഇൻ ആൻ അറേ. നമ്മൾ അറേയിൽ ഡിലീറ്റ് ചെയ്യുന്ന പഠിച്ചു. ഇനി അറേയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻസേർഷൻ മീൻസ് ജസ്റ്റ് പ്രിന്റ് അല്ല. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു അറേയാണ് 1 2 3. നമുക്ക് ഇപ്പോൾ 0 1 2 ഇതിലോട്ട് നമ്മൾ പറയുന്ന പൊസിഷനിലോട്ട് ഫസ്റ്റ് പൊസിഷനിലോട്ട് നമുക്കൊരു 20 ആഡ് ചെയ്യണം. എങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അറേയുടെ സൈസ് ഒന്ന് കൂട്ടുക, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലോട്ട് ഇപ്പോൾ 0 1 2 3 ഇതിനെ ഡിലീറ്റിൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത പോലെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 3യെ ഈ ഒരു പൊസിഷനിലോട്ട് മാറ്റും, 2നെ ഇങ്ങോട്ട് മാറ്റും, 1നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് 20യെ ഈ പൊസിഷനിലോട്ട് ആഡ് ചെയ്യും. ഇൻസേർഷനും ഡിലീഷനും ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. ഡിലീറ്റിന് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്ത് ഈ ഒരു പൊസിഷൻ നെഗ്ലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിന് ഫ്രണ്ടിലോട്ട് അതായത് ഷിഫ്റ്റ് റൈറ്റിലോട്ട് ആഡ് ചെയ്തിട്ട് ഏത് പൊസിഷനാണോ പറയുന്നത് ആ പൊസിഷനിലോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഫേസ് ഒന്ന് റൈറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് കോഴ്സ് വോയിഡ് മെയിൻ, ഞാൻ ഇൻറ്റു മെയിൻ കൊടുക്കാം. വോയിഡ് മെയിൻ ആണ് കൊടുക്കുന്നത്. ഈ വേരിയബിള് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ലിമിറ്റ്, ഇത് ഏത് പൊസിഷനിലാണ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് POS എന്ന് പറഞ്ഞ വേരിയബിൾ. ഇതാ എലമെന്റ്, ദെൻ അറേ. ഞാൻ 10 ആണ് സൈസ് കൊടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം. ദെൻ ലിമിറ്റിനായിട്ട് n എന്ന് പറഞ്ഞ വേരിയബിൾ എടുക്കുന്നു. പിന്നെ ലൂപ്പ് ഉപയോഗിച്ചിട്ട് അറേയിലെ ഓരോ എലമെന്റിനെയും ഗെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് പൊസിഷൻ ഗെറ്റ് ചെയ്യണം, ആ എലമെന്റ് ഗെറ്റ് ചെയ്യണം. ഇവിടെ പൊസിഷനായിട്ട് ഞാൻ POS എന്ന് പറഞ്ഞ വേരിയബിൾ ഗെറ്റ് ചെയ്തിരിക്കുകയാണ്. എലമെന്റ് ആയിട്ട് ELE. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പൊസിഷനായിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കൂടി ഡിസൈഡ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പൊസിഷൻ 0, സെക്കൻഡ് പൊസിഷൻ 1 അങ്ങനെ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ കോഡ് മാറും. അല്ല, 0th പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു പോകാനാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യണം ഏത് പൊസിഷനാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പൊസിഷൻ എന്നുള്ള 0 ആയിട്ടും സെക്കൻഡ് പൊസിഷൻ 1 ആയിട്ടും ഇന്ന് കൊടുക്കത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. രണ്ടാണെങ്കിലും ജസ്റ്റ് ഒരു കേസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയ ലൂപ്പ്. ഞാനിപ്പോൾ ഒരു കോഡ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത്, ഫസ്റ്റ് പൊസിഷൻ അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് 0 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ 0th പൊസിഷൻ, അതായത് 0th പൊസിഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ കോഡിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ I സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിലാണ്. എന്നിന്റെ വാല്യൂ എന്താണ്? 3. അപ്പോൾ I 3 ആയി. I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൊസിഷൻ. ഞാനിപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ആഡ് ചെയ്യണം, അതായത് 0th പൊസിഷൻ ആഡ് ചെയ്യണം എന്ന് വെച്ചു. അല്ലേ, വേണ്ട, ഇടയ്ക്കത്തെ നോക്കാം. ഞാൻ ഇടയ്ക്കത്തെ വെച്ച് നോക്കാം. സെക്കൻഡ് പൊസിഷനിൽ ആഡ് ചെയ്യണം എന്ന് വെച്ചു. സെക്കൻഡ് പൊസിഷനിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 2. നമ്മൾ പൊസിഷൻ എന്ന് പറഞ്ഞ് 2 ആണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? യെസ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ ആഡ് ചെയ്യും. ഇപ്പൊ 0 1 2 3. അപ്പൊ A of 5 എന്ന് പറയുമ്പോൾ എന്താണ്? 3. A of 3യിലേക്ക് A of 2ലെ വാല്യൂ ആഡ് ചെയ്യപ്പെടും. A of 3യിലേക്ക് A of 2ന്റെ വാല്യൂ ആഡ് ചെയ്യപ്പെടും. ഇവിടെ പൊസിഷൻ വെച്ച് 2 വരെ ഉള്ളൂ. അപ്പോൾ ഒരു സ്പേസും കൂടെ വരും, 3. ഈ 3 എന്നുള്ളത് ഇങ്ങോട്ട് വരും. ഫസ്റ്റ് ഇറ്ററേഷനിൽ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഇത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ആ ലൂപ്പ് അവിടെ തീരുന്നില്ലല്ലോ. 3 മാറി 3 ഒന്ന് കുറഞ്ഞ് 2 ആവുന്നു. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? ഗ്രേറ്റർ ദാൻ വർക്കായാലും ഈക്വൽ ടു എന്നുള്ളത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ഇവിടേക്ക് ഈ വാല്യൂ വരും. ഇവിടെ നേരത്തെ ഇവിടെ ഉള്ള വാല്യൂ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ വാല്യൂ മാറി 2 ആകുന്നു. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? 2 കുറഞ്ഞ് 1 ആവും. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? അല്ല. അപ്പോ ഈ ഒരു ലൂപ്പ് ഇവിടുന്ന് ബ്രേക്കായി. ഇവിടെ എന്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്? A of പൊസിഷൻ -1 ഈക്വൽ ടു എലമെന്റ്. അതായത് പൊസിഷൻ എന്താണ്? ഇപ്പോൾ
പൊസിഷൻ നമ്മൾ 2 ആണ് കൊടുത്തത്. സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ സെക്കൻഡ് പൊസിഷൻ നമ്മളിപ്പോൾ ഈ 2 ആഡ് ചെയ്താൽ ശരിയാവും. നമ്മൾ സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതാണ്, ഫസ്റ്റ് പൊസിഷൻ. ഈ അറേ വൈസ് ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ്. ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പൊസിഷൻ എന്താണ് കൊടുക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും ഈ പ്രോഗ്രാമിന്റെ കോഡ്. അതായത് ഇവിടെ ആയിരിക്കും വ്യത്യാസം വരുന്നത്. 0th ഫസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ POS പൊസിഷൻ മാത്രം മതി. ഞാനിവിടെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള 0 ഇൻഡെക്സ് വെച്ചിട്ടല്ല കൊടുത്തത്. അതായത് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 0യും സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് 1ഉം അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പൊസിഷൻ -1 ഈക്വൽ ടു എലിമെന്റ്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഈ പൊസിഷനിലേക്ക് നമ്മൾ ഇപ്പോൾ 20 ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ 20 ഇവിടെ വരും. അപ്പൊ എത്ര ഷിഫ്റ്റിംഗ് നടന്നു? 2 ഷിഫ്റ്റും ഇവിടേക്ക് വാല്യൂ ആഡ് ചെയ്തു. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനിപ്പോൾ എക്സാമ്പിൾ വെച്ചാണ് കാണിച്ചിരുന്നത്. എന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ n എന്ന് പറഞ്ഞു കൊടുത്താലും n-1 വരെയാണല്ലോ അറേയിലെ പൊസിഷനിങ് വരുന്നത്. എന്നിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പൊസിഷൻ വരുന്നവരെ വാല്യൂവിനെ ഷിഫ്റ്റ് ചെയ്ത് എന്നിട്ട് ഈ പൊസിഷനിലോട്ട് ന്യൂ വാല്യൂവിനെ ആഡ് ചെയ്തു. ഡിലീഷന്റെ ഓപ്പോസിറ്റ് പ്രോസസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. i<n കൊടുത്താൽ ഒരു നമ്പർ കുറഞ്ഞു വരും. കാരണം ഇപ്പോൾ ഒരു നമ്പർ കൂടി. അതുകൊണ്ടാണ് i<n കൊടുത്തത്. നിങ്ങൾക്ക് വേണേൽ ഈ ഒരു കണ്ടീഷൻ തുടക്കത്തില് വാല്യൂ എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് n++ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഇവിടെ വരുമ്പോൾ n-1 വരും. അത് n വരില്ല, n-1 വരും. തുടക്കത്തിലെ n++ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ n-1 വരും. അല്ല കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ i<= പ്രിന്റ് ചെയ്യുമ്പോൾ <= എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. നിങ്ങൾ ഡിലീഷന്റെ പ്രോഗ്രാം മാത്രം ഒന്ന് ഓർത്താൽ മതി. ഡിലീഷന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ ആഡ് ചെയ്യുന്നതിന് റൈറ്റിലോട്ട്, പൊസിഷൻ തൊട്ട് റൈറ്റിലോട്ട്. ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.